Hello everyone, welcome back to our channel Shuttu and Mama. Hi Bara, Ambu. Hi Bani. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താ അറിയോ? ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? ചുറ്റിൻ്റെ മുടി കണ്ടോ, കുറേ വന്നു. പക്ഷെ ഞാൻ ബാക്കിലൊന്നും കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ടിൽ ജസ്റ്റ് കണ്ണിൽ വീഴുന്നത് മാത്രം ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാനും ഇപ്പം ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മേലെയായി ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ട്. ഇവൾക്ക് 6 months ഉള്ളപ്പോഴെങ്ങാനും കട്ട് ചെയ്തതാണ് ലാസ്റ്റ്. 6 months ആ സമയത്തായിരുന്നു തോന്നുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വളരട്ടെ എന്ന് വിചാരിച്ചു മുടി. ഇപ്പം പക്ഷേങ്കിൽ താഴുന്നവരും തിക്നെസ് ഇങ്ങനെ കുറയുന്നു താഴത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി വൃത്തിയാക്കാന്ന്. ഞാൻ എപ്പോഴും ലെയർ കട്ടാണ് എൻ്റെ മുടിക്ക് കൂടുതലും സൂട്ടാകുന്ന പോലെ തോന്നിയിട്ടില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വേറെ, പക്ഷെ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും നല്ലൊരു ലെയർ കട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ റെഡി ആയിട്ടൊന്നുമില്ല, ഇനി പോണത്രേ അല്ലേ? ഞങ്ങൾ റെഡി ആയിട്ട് ഇനി പോണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ക്വിക്കായിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഹെയർ കട്ട് ചെയ്യുന്നു, പിന്നെ അമ്മയ്ക്ക് എന്തോ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞു, അപ്പൊ അത് വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. വേറെ എവിടെയും പോകാനൊന്നുമില്ല. സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഞാൻ റെഡിയായി. ഇതൊക്കെ എന്റെ പഴയ ടീഷർട്ട് കേട്ടോ. പഴയെന്ന് വെച്ചാൽ കുറേ പഴയതാണ്. അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഫിറ്റ് ആവുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ പാകാക്കി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഇറങ്ങി പോവാണ്. അമ്മേനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞാനും ഹസ്ബൻഡും അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഷുട്ടിനെ കൊണ്ടുപോകുന്നോണ്ട് തന്നെ, പിന്നെ ലേഡീസ് സലൂൺ ആയതുകൊണ്ട് ഹസ്ബൻഡിന്റെ ഉള്ളിലേക്ക് അവർ കയറ്റില്ല. അപ്പോ ഷുട്ടുവിനെ വെച്ച് എന്റെ മുടി മുറിച്ച് അവളുടെ മുടിയും കട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ അമ്മേനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകര തന്നെയുള്ള ഒരു നിവാഷ് എന്ന് പറയുന്ന ഒരു സലൂണാണ്. ഞാൻ മോസ്റ്റ്ലി ഞാൻ നമ്മുടെ കണ്ണൂരുള്ള നാച്ചുറൽസിൽ നിന്നാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാറുള്ളത് എപ്പോഴും. ഇവിടെ ഞാൻ ആദ്യമായിട്ട് തന്നെ വരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സൺഡേയും ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ വിളിച്ച് ഒരു ബുക്കിംഗ് എടുത്തിട്ടാണ് വന്നത്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എന്റെ ഹെയർ കട്ട് ചെയ്തിട്ട് ഷൂട്ടുണ്ട് ചെയ്യാന്ന് അവർ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ കട്ടിന്റെ പാർട്ടാണിത്. ഇതും അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നതും. ഹെയർ വാഷ് ഒക്കെ നല്ല ക്ലീൻ ആയ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് തന്നു. അവരൊരു ഹെഡ് മസാജ് ഒക്കെ ചെയ്ത് തരുമ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ സെറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ഞാൻ സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരാളെ എന്നെ തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആളുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാല് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതാണ്. എന്റെ തലയിൽ വെള്ളം വീഴുന്നതിലാണ് അവളുടെ ലക്ഷ്യം മുഴുവനും. കുറേ മേത്തേക്ക് പിടിച്ചു കയറാൻ നോക്കി. അമ്മ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്യാണ്. അമ്മനെ ശരിക്കും അവള് വലിപ്പിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ, ഭയങ്കര വികൃതിയാ. വാഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് ലെങ്ത് കുറയ്ക്കാനാണ് പറഞ്ഞത് അവരുടെ അടുത്ത്. പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പം കുറച്ച് നല്ലോണം ലെങ്ത് പോയി. സാരില്ല, മുടിയല്ലേ, വളർന്നോളും.
അപ്പോൾ അതിനിടയ്ക്ക് അമ്മയുടെ മുടി വെട്ടുന്നത് ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷുട്ടുപ്പി വന്നിട്ടുണ്ട്, ഇൻസ്പെക്ടറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവളവിടെ ഫുൾ ഓടി നടന്ന് ഭയങ്കര ബഹളായിരുന്നു. അമ്മ കുറെ നേരം പുറത്തു കൊണ്ടുപോയി. പുറത്തു കൊണ്ടുപോയപ്പോ പിന്നെ അമ്മേനെ കാണാന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. പിന്നെ അകത്തേക്ക് വന്നു. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കയറി ഓരോന്നൊക്കെ വലിച്ചൊക്കെ കളിക്കായിരുന്നു. ഞാനത് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നതാട്ടോ എന്താ ചെയ്യുന്നേന്നുള്ള ഇതില്. അപ്പോ പിന്നെ ഇവരൊക്കെ ഭയങ്കര എക്സ്പെർട്സ് ആയതുകൊണ്ട് 5 മിനിറ്റ് പോലും വേണ്ടല്ലോ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഡ്രയർ ഒക്കെ ചെയ്ത് എനിക്ക് എപ്പോഴും സലൂണിൽ പോയി ഡ്രയർ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ മൈഗ്രെയിൻ ഭയങ്കര പ്രശ്നമാണ്. ഈ ഡ്രയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മീൻസ് ഈ ഡ്രയർ തലയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ആ ഹീറ്റ് അടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയായാലും തലവേദന വരും. അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ചാണ് എപ്പോഴും ഈ സെറ്റിംഗ് പരിപാടി ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം എന്തോ താങ്ക് ഗോഡ് അങ്ങനെ തലവേദനയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ കുറെ ആശ്വാസം. തലവേദന വന്നാൽ മുടി മുറിച്ച് എല്ലാ മൂടും അങ്ങ് പോവായിരുന്നു. അപ്പോ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. അറ്റ് ലാസ്റ്റ് ഇത് എൻ്റെ ഹെയർ കട്ടും സെറ്റിങ്ങും കാര്യങ്ങളും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചതിലും കുറച്ച് നല്ലപോലെ ഷോർട്ടായി പോയി. എനിവേസ് സാരമില്ല, മുടിയല്ലേ വളർന്നോളൂ അല്ലേ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കണ്ണൂർ നാച്ചുറൽസ് നിന്നാണ് എപ്പോഴും ഹെയർ കട്ട് ചെയ്യാറുണ്ടായിരുന്നത്. ബട്ട് ഇവരുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഷുട്ടുവിന് മുടി മുറ്റിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്നത്. അതിനിതാ ഷുട്ടുപ്പിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇവളുടെ മുടി വെട്ടുക എന്ന് പറയുന്ന കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ബാക്കി ഫുള്ളായിട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ മുടി ഒക്കെ കട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്പുറത്ത് തന്നെ വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റൈൽസ്. നമുക്ക് അവിടെ പോയി അമ്മയ്ക്ക് കുറച്ച് ലെഗിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത് പറഞ്ഞു. അങ്ങനെ അതിനുള്ള സെർച്ചിങ്ങിനായിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചു, ചുട്ടു. പിന്നെ അങ്ങനെ ഇങ്ങനെ നടക്കാണ്. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ഒരു ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങള് അബ്രോഡുള്ള സമയത്ത് മുറിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കട്ടൊക്കെ തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷുട്ടുപ്പിയുടെ പിന്നെ മര്യാദക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ കുറച്ചുകൂടെ കുഞ്ഞായതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മീൻസ് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് അവൾ തലയൊക്കെ അനക്കി ഈ മുഖത്തേക്ക് കട്ട് ചെയ്ത് മുടി വീഴുന്ന സമയത്ത് അവൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും. സോ അധികം വിചാരിച്ചത്ര നടന്നില്ല. ഞാൻ പിന്നെ ഫ്രണ്ടിലേക്ക് വീണ് കിടക്കുന്ന കണ്ണിൽ തട്ടുന്ന മുടികൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് വേഗം ഇതാവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതിനിതാ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഷുട്ട് ഉറങ്ങിപ്പോയി, അവളുടെ ഉറക്കിൻ്റെ ടൈമായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ലെയർ കട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഭയങ്കര കുട്ടി വീഡിയോ ആണ്, ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇന്നും കാണാം. ടാറ്റാ.